കുറച്ചു കാലങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളാണ് ബാലയും അമൃതയും. ഒരു മ്യൂസിക് പ്രോഗ്രാമിലൂടെ മലയാളികളുടെ ഇഷ്ടഗായികയായി മാറിയ അമൃത നടൻ ബാലയെ വിവാഹം കഴിച്ചത് മുതൽ തുടങ്ങിയ പൊല്ലാപ്പാണ്. ആദ്യ ഭാര്യയായ അമൃതയെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം എലിസബത്തിനെ കെട്ടിയെങ്കിലും അതിനും അടങ്ങാൻ ബാല തയ്യാറായില്ല. അവരെയും ഒഴിവാക്കി സ്വന്തം അനന്തരവളെ കെട്ടി കേരളം വിട്ടുപോയപ്പോ പുള്ളി ഒന്നും നന്നായി എന്ന് കരുതിയതാ. എവിടെ? അറ്റവും വാലും പിടിച്ച് പുള്ളി പിന്നെയും ഓരോ ഗുലുമാലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ അച്ഛൻ അമ്മയോട് കാണിച്ച മോശ സ്വഭാവത്തെ കുറിച്ച് ഇവരുടെ മകൾ സോഷ്യൽ മീഡിയയിൽ വന്നത് വൈറലായിരുന്നു. ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നും ബാല എന്തെന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നു. ഇത്രയ്ക്ക് മോശ സ്വഭാവത്തിനുടമായ ഒരാളാണ് ബാല എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞതോടുകൂടി ബാല പൊടിക്ക് ഒന്ന് അടങ്ങിയതായിരുന്നു. ഇപ്പോ ആദ്യ ഭാര്യ അമൃത കൊടുത്ത പരാതിയിൽ ബാല വീണ്ടും താരമാവുകയാണ്. അമൃത കൊടുത്ത പരാതിയിന്മേൽ നടൻ ബാലയ്ക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. വിവാഹമോചന കരാറിൽ വ്യാജ ഒപ്പിട്ടെന്നും മകളുടെ പേരുള്ള ഇൻഷുറൻസിലും തിരിമറി നടത്തിയെന്നടക്കമുള്ള കുറ്റങ്ങളാണ് ബാലയ്ക്കെതിരെ ഉള്ളത്. നേരത്തെയും ബാലയ്ക്കെതിരെ കേസ് എടുത്തിരുന്നു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. കോടതി രേഖകളെ കൃത്രിമം കാണിച്ചെന്നാണ് അമൃതയുടെ പരാതി. നേരത്തെ സോഷ്യൽ മീഡിയയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന അമൃതയുടെ പരാതിയിൽ ബാലയെ അറസ്റ്റ് ചെയ്തിരുന്നു. മകളുമായി ബന്ധപ്പെട്ട് അടക്കം ബാല നടത്തിയ പരാമർശങ്ങൾ അറസ്റ്റിന് കാരണമായിരുന്നു. ബാലയുടെ മാനേജർ രാജേഷ്, സുഹൃത്ത് അനന്തകൃഷ്ണൻ എന്നിവരും കേസിലെ പ്രതികളായിരുന്നു. വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നും പരാതിയുണ്ട്. കരാറിന്റെ 5-ാം പേജ് വ്യാജമായി ഉണ്ടാക്കി മകളുടെ പേരിലുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു, പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു, ഇൻഷുറൻസ് തുക പിൻവലിച്ചു, ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന 15 ലക്ഷം പിൻവലിച്ചു, വ്യാജരേഖയുണ്ടാക്കി ബാല കോടതി തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളിലാണ് അമൃത ബാലയ്ക്കെതിരെ നൽകിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളിൽ വന്ന് തല കാണിച്ചില്ലെങ്കിൽ ആശാന് ഇരിപ്പുറയ്ക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അടിക്കടി വിവാഹം നടത്തുകയാണ് ഈ ബാലന്റെ പ്രധാന വിനോദം. അമൃതയുമായി വിവാഹമോചനം നടന്ന സമയത്ത് ആളുകൾ കുറ്റപ്പെടുത്തിയത് പക്ഷേ അമൃതയായിരുന്നു. അതിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഗോപി സുന്ദറുമായും അമൃത പ്രണയബന്ധത്തിലായത്. ഗോപി സുന്ദറുമായുള്ള പ്രണയബന്ധത്തിന്റെ പല ഫോട്ടോസും വീഡിയോസും അമൃത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ കുടുംബത്തെ മൊത്തം ആക്ഷേപിച്ചായിരുന്നു ആളുകൾ രംഗത്ത് വന്നിരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ അമൃതയെ സ്ത്രീജനങ്ങളടക്കം കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതിനിടെ ആയിരുന്നു ബാലയുടെ തനി സ്വഭാവം പറഞ്ഞ് 2-ാം ഭാര്യ എലിസബത്ത് മുന്നോട്ട് വന്നത്. അതോടുകൂടി ബാലയിലെ മൃഗത്തെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. ഇനി കേരളത്തിൽ നിക്കക്കലില്ല എന്ന് മനസ്സിലായ താരം തന്റെ അനന്തരവളെ കെട്ടി തമിഴ്നാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആദ്യമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ ബാലയെ മോശക്കാരനാക്കാനോ തയ്യാറാവാതെ ഇരുന്ന അമൃത ഒടുവിൽ സഹി കിട്ടപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലേലും വായിൽ വിരലിട്ടാലും കടിക്കാതിരിക്കാൻ ഇത് മലയാള സീരിയൽ ഒന്നല്ലല്ലോ. ഗതി കെട്ടാൽ ചേരയും കടിക്കും, അത്ര തന്നെ.